പുറകിൽ നിന്നൊരു അസ്വാഭാവികമായ ശബ്ദം കേൾക്കുന്നു. അതായത് എന്തോ ഒരു സാധനം കടിച്ചു മുറിക്കപ്പെടുന്ന ഒരു ശബ്ദം. ഒരു നിമിഷം അയാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അകത്തിരിക്കുന്ന സ്ത്രീ ഈ കൊച്ചിനെ കടിച്ചു തിന്നുന്നതായിട്ടാണ് അയാൾ കണ്ടതായിട്ടുള്ളത്. ആ കൊച്ചിനെ കടിച്ചു തിന്നുന്നു എന്നാണ് പറയുന്നത്. 5 ദിവസത്തിൽ താഴെയേക്കാതുള്ള ഒരു നവജാത ശിശുവിന്റെ ബ്ലഡ് പോലും ഇയാളുടെ ബ്ലഡ് കൂടാതെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുവെന്ന് അന്നത്തെ ഫോറൻസിക് സ്വപ്നം കണ്ടതല്ല, അത് യഥാർത്ഥ ഭാവത്തിലുള്ളതാണ്. ഇവര് അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ത്രീ അവിടെ കാണേണ്ടതല്ലേ? അവിടെ എച്ചിണ്ട് എന്നുള്ളത് കണ്ടവർ ഒരുപാടുണ്ട്. ഇയാളത് ഭയപ്പെടാതെ ഇയാൾ ഈ പുറകെ ചെല്ലുകയും ഈ എച്ചി ഇയാൾക്ക് മുമ്പേ ഓടുകയും ചെയ്യും. പക്ഷെ ഒരു അബദ്ധം സംഭവിച്ചെന്ന് പറഞ്ഞാല്, അതേപോലെ തന്നെ ഈ പ്രേത കഥകളിൽ കേട്ട് പറഞ്ഞു പോകുന്ന ഒരുപാട് കഥകളുണ്ടാവും. അങ്ങനെ നമ്മളെ ഭയപ്പെടുത്തിയ കഥകൾ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിലും ഇതൊക്കെ തെളിവുകളുള്ള കഥകളാണ്. പലപ്പോഴും പല കഥകളും വളരെ അത്ഭുതകരമായിട്ടുള്ളതാണെങ്കിലും ഇന്നും ചോദ്യം ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരുപാട് കഥകൾ ജീവിതത്തിലുണ്ട്. അതിലൊരു കഥ എന്ന് പറയുന്നത് കോട്ടയവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അത് എൻ്റെ അനുഭവത്തിലുള്ളതല്ല, എന്നാൽ ഇത് അനുഭവപ്പെട്ട ആളുകളെ നേരിൽ കണ്ട് ചോദിച്ചതുമായ കാര്യങ്ങളാണ്. അനുഭവസ്ഥരായിട്ടുള്ള ആളുകളിൽ നിന്ന് നേരിട്ട് കേട്ട കഥയാണ്. ഒരിക്കൽ ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ഓട്ടം പോയതിന് ശേഷം രാത്രിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഒരു കുട്ടിയെ എടുത്ത് ഒരു സ്ത്രീ ആ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റിൻ്റെ സൈഡിൽ നിന്ന് ഈ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു. അപ്പോൾ അടുത്ത ഡോക്ടറുടെ ക്വാർട്ടേഴ്സിലേക്ക് എങ്ങാനും രാത്രി ഡ്യൂട്ടിയിൽ ഡോക്ടർമാരല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടർമാരെ കാണിക്കാൻ ക്വാർട്ടേഴ്സിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ വീട്ടിൽ പോകാനോ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ കൈ കാണിച്ച യുവതിയുടെ മുന്നിലേക്ക് ഈ ഓട്ടോറിക്ഷ അയാൾ നിർത്തി. ആ സ്ത്രീ കയറി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ എന്തെങ്കിലും ഒരു സ്ഥലപ്പേര് പറഞ്ഞതായിട്ട് അയാൾ ഓർക്കുന്നില്ല. ചൂണ്ടിക്കാണിക്കുന്ന ദിക്കിലേക്കാണ് അന്ന് ആ ഓട്ടോ കൊണ്ടുപോയത്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നൊരു അസ്വാഭാവികമായ ശബ്ദം കേൾക്കുന്നു. അതായത് എന്തോ ഒരു സാധനം കടിച്ചു മുറിക്കപ്പെടുന്ന ഒരു ശബ്ദം. അത് ഓട്ടോ ഓടിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. അയാൾ കടിച്ചു മുറിക്കപ്പെടുന്ന ഒരു ശബ്ദം കേൾക്കുന്നു പുറകിൽ നിന്ന്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മുറുക്ക് പോലെയുള്ള വസ്തുക്കളൊക്കെ കടിക്കുമ്പോൾ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതുപോലെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന ആ സംഭവത്തിൽ അയാൾ ചെന്ന് നിൽക്കുന്ന, അയാളെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്തുകൂടെയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഓട്ടോറിക്ഷയുടെ ഉള്ളിലേക്കും ഈ ലൈറ്റ് പ്രവഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു നിമിഷം അയാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അകത്തിരിക്കുന്ന സ്ത്രീ ഈ കൊച്ചിനെ കടിച്ച് തിന്നുന്നതായിട്ടാണ് അയാൾ കണ്ടതായിട്ടുള്ള പറയുന്നത്. ആ കൊച്ചിനെ കടിച്ച് തിന്നുന്നു എന്നാണ് പറയുന്നത്. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അയാൾ ആ കാഴ്ച കാണുകയും അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയും ആ മുന്നിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൽ നിൽക്കുന്ന അവിടേക്ക് പോയിട്ട് ആ വന്ന വേഗതയിൽ തന്നെ, അതോ അതിനേക്കാൾ കൂടിയ വേഗതയാണോ എന്നറിയില്ല, കാരണം ഭയന്നത് കൊണ്ട് വേഗത കൂടി കാണാം, സ്ട്രീറ്റ് ലൈറ്റിലേക്ക് പോയി ഇടിച്ച് ആ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് ഡൂമെല്ലാം തകർന്നു പോയി. ഇയാൾ അതിനകത്ത് അബോധാവസ്ഥയിൽ പോവുകയും ചെയ്തു. ശബ്ദം കേട്ട് വന്ന വഴിയാത്രക്കാരോ ആരോ ആണ് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എടുത്തത്. ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് താഴത്തേക്കുള്ള ഭാഗത്ത് വലിയൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൊഴിയെടുക്കാൻ വന്ന അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു പോലീസുകാർ. അപ്പോൾ ഇത് മദ്യപിച്ചത് കൊണ്ടുണ്ടായതല്ല, മറിച്ച് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് അയാൾ ഈ പോലീസുകാരോട് പറയുകയും അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു നവജാത ഇയാളുടെ ബ്ലഡ് അല്ലാതെ ഒരു നവജാത ശിശുവിൻ്റെ ബ്ലഡും അതിൻ്റെ അകത്ത് കണ്ടെത്തി എന്നാണ് അന്നത്തെ കേസിൽ പറയുന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്ത് ജനിച്ച് 5 ദിവസത്തിൽ താഴെയേക്കാതുള്ള ഒരു നവജാത ശിശുവിൻ്റെ ബ്ലഡ് പോലും ഇയാളുടെ ബ്ലഡ് കൂടാതെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുവെന്ന് അന്നത്തെ ഫോറൻസിക് വരുന്നത്. അതായത് സ്വപ്നം കണ്ടതല്ല, അത് യഥാർത്ഥ ഭാവത്തിലുള്ളതാണ്. ഇവര് അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ത്രീ അവിടെ കാണേണ്ടതല്ലേ? ഓട്ടോറിക്ഷ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ആരുമില്ല അതിനകത്ത്. ഓട്ടോറിക്ഷ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പരിക്കേറ്റ ഒരൊറ്റ വ്യക്തിയെ കിട്ടിയുള്ളൂ. ആ പരിക്കേറ്റ വ്യക്തി എന്ന് പറയുന്നത് ഇയാളാണ്. മറിച്ച് ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരാൾക്ക് ഇറങ്ങിപ്പോകാൻ, സ്വമേധയാ ഇറങ്ങിപ്പോകാൻ മാത്രം പറ്റുന്ന തരത്തിലല്ല ആ ഓട്ടോറിക്ഷ. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആ ഓട്ടോറിക്ഷയ്ക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതായത് റെസ്ക്യൂ ചെയ്യണമെങ്കിൽ വേറൊരാളുടെ സഹായത്തോടെ ചെയ്യണം. ഇയാളെ മാത്രമേ റെസ്ക്യൂ ചെയ്തിട്ടുള്ളൂ, അവിടെ നിന്ന് ഇയാളെ മാത്രമേ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈയൊരു കാര്യങ്ങളും ഇതേ ജീവിതാനുഭവത്തിൻ്റെ അന്വേഷണത്തിലേക്ക് കണ്ടെത്തിയിട്ടുള്ള
ഒരു സംഗതിയാണ്. അതുപോലെയുള്ള ഒരുപാട് രൂപങ്ങളായാലും മറ്റുമൊക്കെ പല സ്ഥലങ്ങളിൽ വളരെ രസകരമായി സ്വന്തം ഡ്രസ്സൊക്കെ തേച്ച് വയ്ക്കുന്ന രൂപങ്ങളെ വരെയും കണ്ടെത്തിയ പുതിയ തലമുറയിൽപ്പെട്ടവരുണ്ട്. അവരുടെ ഹോസ്റ്റലിൽ അങ്ങനെ തേച്ച് വയ്ക്കുന്നതായിട്ട്. എന്താണ് അത് എന്നെ വിളിച്ച ഒരു ആളാണ്, എന്നെ ഒരു ക്ലയൻ്റാണ്. അയാൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തു ബാംഗ്ലൂർ വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കുന്നു. അതിൽ ഇത്ര സത്യാവസ്ഥയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമില്ല. അയാൾ പറഞ്ഞ അറിവ് മാത്രമാണ് എനിക്ക് എൻ്റെ ഉള്ളത്. ഞാൻ അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോയിട്ടില്ല. പക്ഷേ അവിടെ അയാൾ പറയുന്നതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾ രാത്രിയിൽ പോയി പിന്നെ അഴിച്ചു വയ്ക്കുന്ന ഓരോ വസ്ത്രവും, അത് യുവാവാണ്, ആ വീട്ടിൽ ആരുമില്ല, കൃത്യമായിട്ട് അയൺ ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയുള്ള അയാളുടെ വസ്ത്രങ്ങൾ മാത്രം അയൺ ചെയ്ത് വയ്ക്കപ്പെടുന്ന സ്ഥലങ്ങൾ പോലും, സംഭവം പോലും അയാൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. കാരണം ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടി അന്വേഷിച്ച് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് അയാൾ പറഞ്ഞതിനെ ഞാൻ അറിഞ്ഞതാണ്. അല്ല, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, പ്രേതാനുഭവങ്ങളുമായിട്ടുള്ള കെട്ടുകഥകളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. അതല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളും ഇതുപോലെ. കെട്ടുകഥ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ബാല്യകാലം ചിലവിട്ട എൻ്റെ നാട്ടിൽ അവിടെ ഒരു ശാസ്താക്കാവ് ഉണ്ടായിരുന്നു. ഈ ശാസ്താക്കാവിന് സമീപത്തുകൂടെ വേണമായിരുന്നു അതിന് കിഴക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് ജോലി കഴിഞ്ഞൊക്കെ പോകാനായിട്ട്. ഇപ്പോൾ നാഷണൽ ഹൈവേ ഇറങ്ങി കഴിയുമ്പോൾ ഈ ശാസ്താക്കാവാണ്, ശാസ്താവിൻ്റെ കാവാണത്, അമ്പലമല്ല, കാവാണ്, വിജനമാണ് ആ പ്രദേശം. അപ്പോൾ ഈ കാവിനോട് ചേർന്നോ അല്ലെങ്കിൽ കാവിൻ്റെ ഉള്ളിൽ കൂടെയോ ഒരു ചെറിയ വഴിയുണ്ട്, അവിടെ കൂടെ വേണം പോകാൻ. രാത്രി കാലങ്ങളിലൊന്നും തന്നെ അവിടെ കൂടെ ആരും യാത്ര ചെയ്ത് പോകാറില്ല. കാരണം ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ സമീപവാസികളൊക്കെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാതെ കുറേ 2-3 കിലോമീറ്റർ ചുറ്റിയാണ് ആളുകൾ ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്നത്. ഈ നടന്നു പോകുന്ന ആൾക്കാരില്ല, വഴിയാത്രക്കാരില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സമീപവാസിയായിട്ടുള്ള എനിക്കറിയാവുന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു മെയ്സനാണ്, ഈ വാർക്കൽ പണിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ വാർക്കലെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആണിയൊക്കെ ഊരുന്ന ഒരു കമ്പിയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. സൈക്കിൾ തള്ളിക്കൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം മണൽ വളരെ ഇതാണ്, മണൽ പൂണ്ടു പോകുന്ന മണലാണ്. അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഇതേപോലെ തന്നെ അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു വെള്ളയും ഉടുത്ത ഒരു സ്ത്രീ രൂപം അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ മുമ്പോട്ട് നടന്നുപോയി. പക്ഷേ ഇദ്ദേഹം നല്ല മദ്യലഹരിയിലായിരുന്നത് കൊണ്ടും ഈ കഥകളുടെ കാര്യം മറന്നുപോയത് കൊണ്ടാണോ എന്നറിയില്ല, ഇയാൾക്ക് ഭയം തോന്നിയില്ല എന്നാണ് അയാൾ പറയുന്നത്. അയാൾ മറ്റൊരു രീതിയിലാണ് ഇതിനെ കണ്ടത്. യക്ഷിയാണെന്ന് മനസ്സിലായില്ല. അയാൾ വിചാരിച്ചത് വേറെ എന്തോ ആണെന്നാണ്. അപ്പം അയാൾ യക്ഷിയാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അവിടെ യക്ഷി ഉണ്ട് എന്നുള്ളത് കണ്ടവർ ഒരുപാടുണ്ട്. പക്ഷേ ഇയാളത് ഭയപ്പെടാതെ ഇയാൾ ഈ പുറകെ ചെല്ലുകയും ഈ യക്ഷി ഇയാൾക്ക് മുമ്പേ ഓടുകയും ചെയ്തു. പക്ഷേ ഒരു അബദ്ധം സംഭവിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയ തോടുണ്ട്. ആ തോടിൽ ഒരു ചെറിയ തടിപ്പാലമാണുള്ളത്. ആ തടിപ്പാലത്തിൽ കൂടെ വേണം ബാലൻസ് ചെയ്ത് പോകാൻ. പക്ഷേ അബദ്ധവശാൽ ഈ യക്ഷി തോട്ടി വീണു. ആ യക്ഷിയെ അയാൾ അവിടെ തോട്ടിൽ നിന്ന് പിടിച്ചെടുത്തപ്പോഴാണ് അറിയുന്നത് ഈ യക്ഷി എന്ന് പറയുന്ന അവിടുത്തെ കഥ, അവിടെ ചില അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ചില ആളുകൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ആ ഭാഗമായിട്ടുള്ളതാണ് ഈ യക്ഷി. അതായത് ഏതൊരാൾ നടന്നു വരുമ്പോഴും ഈ വെള്ളരൂപം അങ്ങോട്ട് ചെല്ലുകയും യക്ഷിയാണെന്ന് വിചാരിച്ച ആൾക്കാർ ഭയപ്പെട്ട് ഓടുകയും ചെയ്യും. യക്ഷിയെ ഓടിച്ചിട്ട് പിടിച്ചു. അതുപോലെ തന്നെ ഒരിടത്ത് ഞാൻ ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ഒരു നാട്ടിൽ സർപ്പക്കാവൊക്കെ തിങ്ങി നിറയ്ക്കുന്ന ഒരു പ്രദേശത്ത് ഈ വരത്തുപോക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ പോയൊരു കഥയുണ്ട്. അപ്പോൾ രാത്രി കറക്റ്റ് 12 മണി 1 മണി ആകുമ്പോൾ ഒരു മണിയടി ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു കാട്ടിലേക്ക് പോവുകയും ഏകദേശം ഒരു 3 മണി 3:30 മണിയോടടുത്തിട്ട് ഈ മണിയടി ശബ്ദം തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ പലരും ഭയന്ന് വിറച്ച് പനിയൊക്കെ ആകുകയും രാത്രി പുറത്തിറങ്ങാതിരിക്കുകയും ഈ രാത്രി സമയത്ത് ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്കൊന്നും ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ ഭയപ്പെടുന്ന ഒരവസ്ഥ വന്നിരുന്നു. അവിടെ ആനമർദ്ദയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു അതിന് മുമ്പൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അന്വേഷണവുമായി മുമ്പോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ മരപ്പട്ടിയെ വളർത്തുന്നുണ്ട്. ആ മരപ്പട്ടിയുടെ കഴുത്തിൽ ഒരു മണി കെട്ടിവെച്ചിട്ടുണ്ട്. ഇയാൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഈ മരപ്പട്ടി പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ നാട്ടിലൊക്കെ പോയിട്ട് കോഴിയെ പിടിക്കും. അപ്പോൾ ഈ കോഴിയെ കാണാതെ പോകുന്നതും മണിയടി ശബ്ദവും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ആളുകൾ ഇതേതോ ദുർദേവത കോഴിയെ ബലി കൊടുക്കുക. കാരണം കോഴിയുടെ ഈ വയറ് ഭാഗം പൊളിച്ചിട്ട് അതേ ഭാഗത്ത് പലപ്പോഴും രാവിലെ കാണാം. ഈ മണിയടി ശബ്ദം കേൾക്കണ അന്ന് ഒരു കോഴി വയറ് പിളർന്ന് അവിടെ കാണപ്പെടും. അപ്പോൾ ഒരു ദേവത അപ്പുറത്തെ ക്ഷേത്രത്തിലുള്ള ഒരു ദേവതയോ ആരോ ഈ കാവിലേക്ക് നടന്നു പോകുന്നതാണെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ രൂഢമൂലമായ വിശ്വാസം. അതുമായി അന്വേഷിച്ച് ചെല്ലുന്ന സമയത്താണ് ഈ മടിയടി ശബ്ദത്തിൻ്റെ ഉത്ഭവം
അവിചാരിതമായി എൻ്റെ മുമ്പിലേക്ക് എത്തിയതാണ് അവിടെ ഒരു മരപ്പട്ടി ഉണ്ടെന്നും ആ മരപ്പട്ടിയുടെ കഴുത്തയിൽ ഈ സാധനം ഉണ്ടെന്നും. അപ്പോൾ ഈ മരപ്പട്ടി രാവിലെ രാത്രി കോഴി പിടിക്കാൻ പോകുന്നതിൻ്റെ മണിയടി ശബ്ദമാണ് ആളുകൾ ദേവതയായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ പുറത്തിറങ്ങാതിരുന്നത്. പക്ഷേ ആ സംഭവം എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന ആൾ മരപ്പട്ടിയെ വളർത്തുന്നുണ്ട് രഹസ്യമായിട്ട്, അയാളുടെ മരപ്പട്ടിയാണ് രാത്രിയിൽ കോഴി പിടിക്കാൻ പോകുന്നത്, ആ കോഴിയാണ് നിങ്ങൾ പകൽ കാണുന്നത്, മരപ്പട്ടി ഇന്ന അടുത്തുണ്ടെന്ന്. അവർ പോയപ്പോൾ അത് അവർക്ക് ഉറപ്പിക്കാനും സാധിച്ചു ഈ മരപ്പട്ടി ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളെയും പ്രേതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഭയപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ഇതുപോലെയുള്ള യഥാർത്ഥ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്വേഷണത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു ദിവസം ഒരുപാട്